മലമ്പുഴ ഡാം ചോരുന്നുണ്ടോ? അതാണ് എനിക്കിപ്പോൾ തോന്നിയത്. കാരണം ഭിത്തിയിൽ നിന്നൊക്കെ നല്ല രീതിക്ക് വെള്ളം ഒലിച്ചിറങ്ങുന്നുണ്ട്. എനിക്കിത് കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ മുല്ലപ്പെരിയാറാണ് ഓർമ്മ വന്നത്. സോ വെൽക്കം ടു മോട്ടോർ സി ട്രൈബ്. നമ്മളിന്നുള്ളത് പാലക്കാടാണ്. പാലക്കാട് മലമ്പുഴ ഡാം കുറേ നാളായിട്ട് കാണാമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ കാണാൻ വന്നതാണ്. മലമ്പുഴ ഡാം കാണാനായിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുക്കാനായിട്ട് ഒരാൾക്ക് 30 രൂപ ടിക്കറ്റ് ഉള്ളൂ, ടിക്കറ്റിന് ചാർജ് ഉള്ളൂ. എന്നാൽ പാർക്കിങ്ങിന് ഒരു ബൈക്കാണ് ഞാൻ കൊണ്ടുപോയത്. എൻ്റെ യൂണിക്കോണാണ് കൊണ്ടുപോയത്. യൂണിക്കോൺ പാർക്ക് ചെയ്യാനായിട്ട് ഒരു ബൈക്കിന് 15 രൂപയും പ്ലസ് ഹെൽമെറ്റ് അവിടെ സൂക്ഷിക്കാനായിട്ട് വകുപ്പുണ്ട്. ആ ഹെൽമെറ്റിന് ഒരു ഹെൽമെറ്റിന് 10 രൂപ വെച്ച് 20 രൂപയും കൂടെ നമ്മൾ എക്സ്ട്രാ കരുതേണ്ടതായിട്ടുണ്ട്. ഇതാണ് മലമ്പുഴ ഡാമിൻ്റെ അകത്തോട്ട് കയറുമ്പോഴുള്ള കവാടം, അല്ലെങ്കിൽ ഒരു പൂന്തോട്ടം എന്ന് പറയാം. ഈ പൂന്തോട്ടം വളരെ വ്യത്യസ്തമായ രീതിയിൽ ഇവരെങ്ങനെയാണ് ഈ 30 രൂപ ഒരാളിൽ നിന്ന് മേടിച്ചിട്ട് ഇത്ര രീതിയിൽ ഇത്ര സ്പ്ലെൻഡഡ് ആയിട്ട് ഇതിങ്ങനെ കീപ്പ് ചെയ്യുന്നത് എനിക്കറിയത്തില്ല. എനിക്കൊരു അത്ഭുതം തോന്നി. കാരണം ഭയങ്കര നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടാണ് ഓരോ പ്രദേശവും ഓരോ ഭാഗങ്ങളും ഇരിക്കുന്നത്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ പ്രസ്തുത മലമ്പുഴ ഡാം. നമ്മൾ അങ്ങോട്ട് കയറാൻ പോവുകയാണ്. കയറി കഴിയുമ്പോഴാണ് ഇവിടുത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യൂ എന്ന് വെച്ചാൽ നമ്മൾ ഡാമിൻ്റെ മേളിൽ കയറി കഴിഞ്ഞിട്ട് ടോപ്പിൽ ചെന്നിട്ട് നോക്കുമ്പോഴത്തേക്കും പ്രകൃതി ഭംഗി നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഗ്യാൻഡോർ എന്ന് പറയേണ്ടി വരും ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ. അതുപോലെ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലാണ് എൻ്റെ, അതുപോലെ ത്രസിപ്പിക്കുന്ന രീതിയിലുള്ള വ്യൂ ആണ് ഇതിൻ്റെ മേലോട്ട് പോകുമ്പോൾ. ഇതാണ് ഇത് ഡാമിനകത്തോട്ട് പോകാനുള്ള ഗേറ്റ് അല്ലെങ്കിൽ വാതിൽ. അത് അടച്ചിട്ടേക്കുവാണ്. നമുക്ക് കയറാനുള്ള നിർവാഹമില്ല. കയറാൻ പറ്റുമെന്ന് ഞാൻ തട്ടിയൊക്കെ നോക്കി കേട്ടോ. ഇനി ഈ പടി കടന്ന് വേണം നമ്മൾ മേളിലെത്താനായിട്ട്. പടി നട്ടുച്ചയ്ക്ക് കിടക്കുന്ന അത്ര രസമുള്ള കാര്യമില്ല കേട്ടോ. പാലക്കാടൻ വെയിലെന്ന് പറഞ്ഞാൽ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. മുടിഞ്ഞ വെയിലാണ്. ഞങ്ങൾ ഇന്നലെ പോയപ്പോഴത്തേക്കും 33 ഡിഗ്രി സെൽഷ്യസ് ആണ് പാലക്കാട് വെയിലുണ്ടായിരുന്നത്. ആ വെയിലിനെ അതിജീവിച്ച് പോകാമെന്ന് വെച്ചാൽ കുറച്ച് പാടുള്ള കാര്യമാണ്. എന്തായാലും ഡാം കാണാനുള്ള ആഗ്രഹത്തിന് പുറത്ത് ഞങ്ങൾ അതൊന്നും നോക്കാതെ വകവയ്ക്കാതെ വെയിലിനെ മറികടന്ന് ഡാമിൻ്റെ മേളിലെത്തി. ഇതാണ് ഞങ്ങൾ മേളിൽ ചെന്നപ്പോൾ കണ്ട വ്യൂ. വാവ്! ഇതെങ്ങനെ വിവരിക്കണം അല്ലെ വിവരിക്കപ്പെടണമെന്ന് എനിക്കറിയത്തില്ല. എന്ത് ഭംഗിയാണ് കാണാൻ. എനിക്ക് ഈ ഡാം കണ്ടപ്പോഴാണ് എനിക്കൊരു ആഗ്രഹം വന്നത്, നമുക്ക് മുല്ലപ്പെരിയാർ ഡാമും കൂടെ കാണണം, എന്തെങ്കിലും ഒന്ന് കാണാൻ പറ്റുവാണെന്ന് പോയി കാണണം. പക്ഷേ ഞാൻ പിന്നീട് തിരക്കിയപ്പോൾ മനസ്സിലായി ഇതുപോലൊന്നും അങ്ങോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് വെച്ചാൽ അവിടെ പ്രശ്നങ്ങൾ കാണുമായിരിക്കും. അതായിരിക്കും ആരെയും കിടത്തി വിടാത്തത്. ഇങ്ങനെ നിന്ന് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരു സൈഡിലുള്ള പാർക്കിൻ്റെ മേലിൽ നിന്നുള്ളൊരു വ്യൂ കിട്ടും. വെരി സ്പ്ലെൻഡിഡ്. കുറേ നടക്കാനുണ്ട് കേട്ടോ. കുറേന്ന് വെച്ചാൽ കണ്ടമാനം നടക്കാനുണ്ട്. എന്നാൽ നമുക്ക് എത്ര നടന്നാലും വെയിലാണെങ്കിൽ പോലും നമുക്ക് അതിൻ്റെ ക്ഷീണമൊന്നും അറിയുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ നല്ല കാറ്റാണ്. നമ്മളൊരു കടപ്പുറത്തൂടെ നടക്കുന്നൊരു ഫീലാണ് കിട്ടുന്നത്. ഈ ഡാമിലൂടെ പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്നൊരു കാഴ്ച അല്ലൊരു സംഭവം ശ്രദ്ധയിൽപ്പെട്ടു. അതെന്ന് വെച്ചാൽ വാട്ടർ ലെവൽ ഓൾമോസ്റ്റ് കയറി അവർ ലിമിറ്റ് പറഞ്ഞ മാക്സിമത്തിൻ്റെ തൊട്ട് താഴെയാണ് നിൽക്കുന്നത്. അപ്പോൾ നല്ലൊരു മഴയും കൂടെ പെയ്തിട്ടുണ്ടെങ്കിൽ വാട്ടർ ലെവൽ ഇവർ പറയുന്ന ലിമിറ്റിന് മേളിൽ കയറും. അത് അവിടെ ഒരു മീറ്റർ വെച്ചിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്നതാണ്. ഇതാണ് നമ്മുടെ പാർക്കിൻ്റെ വ്യൂ. നമ്മൾ മേളിൽ നോക്കുമ്പോൾ വ്യൂ ഇത് രസമല്ലേ? ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുക പച്ചപ്പ്. ഇത് ഡാമിൻ്റെ എന്തോ ഒരു സംഭവം തോന്നുന്നു. ഡാമുമായിട്ട് എനിക്ക് വലിയ ബന്ധമില്ലാത്തതുകൊണ്ട് ഞാൻ നോക്കിയില്ല. ഇതാണ് നമ്മൾ പാർക്ക് ഡാമിൻ്റെ മേളിൽ നിന്ന് നോക്കിയുള്ള വ്യൂ. ഇത്രയ്ക്ക് രസമാണ് കാണാനായിട്ട്. എന്തോ ഒരു അമേരിക്കയിൽ യൂറോപ്പിലൊക്കെ പോയി നമ്മൾ ഇംഗ്ലീഷ് സിനിമകളൊക്കെ കാണുന്ന ഒരു ഫീൽ എനിക്ക് കിട്ടി. അത്രയ്ക്ക് മോഡേണൈസ്ഡ് ആയിട്ടാണ് നമുക്ക് മേളിൽ നോക്കുമ്പോൾ തോന്നുന്നത്, വിത്ത് പച്ചപ്പ്. ഇതാണ് ഡാമിൻ്റെ സൈഡിലേക്കുള്ള വ്യൂ. കൈവരികളൊക്കെ നമുക്ക് വൃത്തിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് മറ്റൊരു വ്യൂ. ഇത് നിങ്ങൾ ഒരു അക്ഷരാർത്ഥത്തിൽ നോക്കുവാണെങ്കിൽ ഒരു UK അല്ലെങ്കിൽ സ്കോട്ട്ലൻഡൊക്കെ ആണെന്ന് തോന്നുമെങ്കിലും ഇത് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമാണ്. ആ പച്ചപ്പും ആ ബ്രിഡ്ജും ആ വൃത്തിയൊക്കെ കാണുമ്പോഴത്തേക്ക് എനിക്കെന്തോ ഞാനെന്തോ ഒരു ഫോറിൻ രാജ്യത്ത് പോയ പോലൊരു ഫീൽ കിട്ടി, സത്യം പറഞ്ഞാൽ. ഇതിൻ്റെ ഏറ്റവും സൈഡിൽ നമ്മൾ നടന്ന് അങ്ങ് അറ്റം എത്തുമ്പോഴത്തേക്കും നിൽക്കാൻ പറ്റിയ സ്പോട്ടാണ്. ഇനി നമുക്ക് തിരിച്ച് നടക്കേണ്ടതായിട്ടുണ്ട്.
കാരണം അങ്ങ് ഫുള്ള് നടന്ന് കാണാനായിട്ടുള്ളൊരു ആരോഗ്യസ്ഥിതി ഇല്ല. നമ്മൾ പെട്ടെന്ന് ഡീഹൈഡ്രേറ്റഡ് ആയി പോകും. കാരണം വെച്ചാൽ ചൂട് അതുപോലാണ്. പിന്നെ ഈ കാറ്റ് വീശുന്നതും ഒരു കടപ്പുറത്ത് പോയ പ്രതീതിയാണ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് മുന്നോട്ട്. ഇങ്ങോട്ട് പോകണ നിർവാഹമില്ല, അത് പൂട്ടി വെച്ചേക്കുവാണ്. അങ്ങനെ ഡാം കണ്ട നിർവൃതിയിൽ ഞാൻ താഴോട്ട് നടന്നു. പിന്നെയും നമ്മുടെ പാർക്കിലോട്ടെത്തി. പാർക്കിൽ വന്നപ്പോഴത്തേക്ക് മേളിൽ കൂടെ കേബിൾ കാർ ഉണ്ടല്ലോ, കേബിൾ കാർ എന്നാണെന്ന് തോന്നുന്നു. ഞാൻ പണ്ടെവിടെയോ കേട്ട് വായിച്ച പോലെ. എന്തായാലും ഇതിൻ്റെ മേളിലൊന്നും നമ്മൾ കയറാൻ നിന്നില്ല. ഞങ്ങൾക്ക് പെട്ടെന്ന് നേരത്തെ പോകേണ്ടതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് പാക്കപ്പ് ചെയ്തു. ഇനി അടുത്ത സ്പോട്ടിലോട്ട് പോകാനായിട്ട് സൈഡിൽ കൂടെ നടക്കുന്നത് നമ്മൾ ഡാമിൻ്റെ സൈഡിൽ കൂടെയാണ്. ഡാമിൻ്റെ ഓരോ വശങ്ങളും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇന്ന് സ്ട്രോങ് ആയിട്ടാണല്ലേ നിർമ്മിച്ചിരിക്കുന്നത്. കരിങ്കല്ലാന്ന് തോന്നുന്നു മൊത്തം ഉപയോഗിച്ചിരിക്കുന്നത്. ആ ഒരു സ്ട്രക്ചർ കണ്ടിട്ട് നല്ല സ്ട്രോങ് കരിങ്കല്ല് കൊണ്ട് ഉണ്ടാക്കിയ ഡാം പോലുണ്ട്. ഇതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഡാമിൻ്റെ മുൻകവാടം, അല്ലെങ്കിൽ വെള്ളം പോകുന്ന ഭാഗം, അല്ലെങ്കിൽ ഷട്ടറുകളെന്ന് പറയപ്പെടുന്നു. പിന്നെയും ആൾക്കാർ ഞായറാഴ്ച കൊണ്ടുള്ള മൂഡിൽ കേബിൾ ചെയിനിലൂടെയൊക്കെ പോകുന്നതൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചു നടന്നപ്പോൾ ഒരു വൈവിധ്യം എന്ന കാര്യം കണ്ടത്, ഈ നട്ടുച്ചയ്ക്ക് ഒറ്റ ചെയർ പോലും മരത്തിൻ്റെ കീഴിലിട്ടേക്കുന്നത്. എല്ലാം സൂര്യനോട് നേരെ നോക്കി നിൽക്കുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇത് ബംഗാളിയാന്ന് തോന്നി ഡിസൈൻ ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ ഇത്ര മണ്ടത്തരങ്ങൾ കാണിക്കാൻ ചാൻസ് ഇല്ലെന്ന് ഓർത്തു.